നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മസാല പൂരിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിലല്ലേ പൂരി ചെയ്യാറുള്ളത്. ഇത് മസാലയൊക്കെ ഉള്ള കാരണം ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഈ പൂരിക്കുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൂരിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അല്ലേ. ഇത് 1 കപ്പ് ഉഴുന്നുപരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പച്ചമുളക് 1, ഇഞ്ചി, മല്ലിപ്പൊടി 1/2 ടീസ്പൂണും, ഇത് കസൂരി മേത്തിയാണ്, അതും ഒരു 1/2 ടീസ്പൂണോളം, പിന്നെ ഗരം മസാല പൗഡർ 1/2 ടീസ്പൂണും, മുളക് പൊടി 1/2 ടീസ്പൂണും, ഇത് പെരിഞ്ജീരകം അതും 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് 1/2 കപ്പ് റവ. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ഉഴുന്നിൻ്റെ കൂടെയുള്ള ചേരുവകൾ അരയ്ക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ആദ്യം ഗോതമ്പ് മാവിൽ റവ മിക്സ് ചെയ്തു, പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് പോലെ അരച്ച് വെച്ച ചേരുവകൾ മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പൂരിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. നമുക്ക് ഓയിലും കുറച്ച് 2 സ്പൂണോളം ഓയിലും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ മാവ് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിന് 1/2 മണിക്കൂർ ഇതുപോലെ മൂടി വയ്ക്കാം. നമുക്കിതിനെ ഓരോന്നായി പരത്തിയെടുക്കാം. നമ്മുടെ പൂരിയെല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് സൺഫ്ലവറോ അതുപോലെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നത് നല്ലത്. നമ്മുടെ മസാലപ്പൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്.